ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത് കണ്ണിൽ പുഴുവോ. കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നുണ്ടല്ലേ? പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ ചില ആരോഗ്യപരമായ കാരണങ്ങളും ചില തെറ്റിദ്ധാരണകളുമാണുള്ളത്. എന്താണ് ആ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, കണ്ണടച്ച് തുറക്കുമ്പോൾ ചിലർക്ക് വെള്ളഭിത്തിയിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോഴോ ഒക്കെ അവരുടെ കണ്ണിന് മുന്നിൽ ഒരു നൂൽകഷ്ണം പോലെയോ അല്ലെങ്കിൽ കണ്ണിൽ പുഴു ഉള്ളതായിട്ടോ അല്ലെങ്കിൽ സ്പൈഡർ വെബ് പോലെ, അതായത് മാറാല പോലെ, ചിലന്തി വല പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിനകത്ത് ഒരു ജെല്ലി പോലുള്ള ദ്രാവകമുണ്ട്, വിട്രിയസ് ദ്രാവകം. ഇതിൽ വരുന്ന ചില മാറ്റങ്ങൾ കാരണം റെറ്റിനയിൽ വന്ന് വീഴുന്ന നിഴലുകളാണ് ഇതുപോലെ നമുക്ക് തോന്നാൻ ഇടയാകുന്നത്. ഇനി വരുന്ന ഇത് തനിയെ മാറിക്കോളും. ഇനി അഥവാ ഇത് മാറിയില്ല, ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ അളവ് കൂടി വരികയാണ്, അതിനോടൊപ്പം തന്നെ വെളിച്ചത്തിൽ മിന്നുന്നത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് പുഴുക്കൾ കണ്ണിൽ കാണപ്പെടുന്നത്. അതിൽ ഒന്നിനെ പറയുന്നതാണ് ഐമയാസിസ്. അതായത് ചില പ്രാണികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈച്ചകളുടെയൊക്കെ ലാർവ കണ്ണിൻ്റെ പ്രതലത്തിലിരുന്ന്, കണ്ണിൻ്റെ ഉപരിതലത്തിലിരുന്ന് അതിൽ പുഴുവായി രൂപപ്പെട്ട് അത് കണ്ണിൻ്റെ അകത്ത്, കണ്ണിൻ്റെ ഐബോളിലേക്ക് തുളച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഐമയാസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചെങ്കണ്ണ് പോലെ തന്നെ അതികഠിനമായ ചുവപ്പ്, അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ച പോലെ ഇരിക്കുക, അതുപോലെ നല്ല വേദന, കണ്ണിൽ നിന്ന് വെള്ളം വരിക, തുടർച്ചയായി വെള്ളം വരിക, ഇതുപോലെയൊക്കെ കാണുകയാണെങ്കിൽ ഉടനടി നമ്മളൊരു ഐ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ച വരെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ടാമത് വരുന്നൊരു കേസാണ് ഐ വേംസ് എന്ന് പറയുന്നത്. ഐ വേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുകൂടി ആയിരിക്കും നമ്മുടെ കണ്ണിൽ അത് കയറിക്കൂടാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഏതെങ്കിലും ഈച്ചയുടെയോ കൊതുകിൻ്റെയൊക്കെ ലാർവ മൂലവും നമ്മുടെ കണ്ണിനകത്ത് ഈ ഐ വേംസ് കാണാം. ജലാശയത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്തും, അതായത് മലിനമായിട്ടുള്ളൊരു വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും നമ്മുടെ കണ്ണിനകത്ത് ഇതുപോലെ ഐ വേംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ വെള്ളത്തിന് മുകളിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഏതെങ്കിലും ഈച്ചയുടെ ലാർവയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് കണ്ണിൽ ഐ വേംസ് രൂപപ്പെടാം. ഞാൻ ഇതിനോടൊപ്പം ഒരു വീഡിയോ ആഡ് ചെയ്യാം. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്ന് എടുത്ത ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് എടുത്തൊരു വേംസിൻ്റെ ഒരു വീഡിയോ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യാം. അതായത് നമ്മുടെ കണ്ണിൻ്റെ പല ഭാഗത്തുകൂടി ആയിരിക്കും ഇത് കണ്ണിലേക്ക് പ്രവേശിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിക്കാൻ പോകുന്ന സമയത്ത് കണ്ണിലേക്ക് ഡയറക്റ്റ് ആയാലും ഇത് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കണ്ണിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ആ കാണുന്ന ടൈമിൽ മാത്രമേ, ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ ഡോക്ടർക്ക് അത് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ കണ്ണിൽ വീട്ടിൽ വെച്ച് നമ്മുടെ കണ്ണിനകത്ത് ഇത് കണ്ടു, പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നോക്കുന്ന സമയത്ത് ഈ കണ്ണിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് അത് കയറി പോകാനും അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തേക്ക് അത് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണിൽ ഒരു വേല രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ചിലർക്ക് കാണാൻ സാധിക്കും, കണ്ണിനകത്തോട് ഇത് അനങ്ങുന്നതായിട്ട് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അതുമാത്രമല്ല, കണ്ണിൽ കടുത്ത ചുവപ്പ്, വേദന, ഈ മയാസിസ് പോലെ അത്രയും വേദന ഇല്ലെങ്കിലും ചില സാഹചര്യത്തിൽ ഇത് വേദനാരഹിതവുമാണ്. കണ്ണിൽ നിന്ന് തുടർച്ചയായിട്ട് വെള്ളം വരിക, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാനും ചാൻസ് ഉണ്ട് ഐ വേംസിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഐ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും കാണുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഐ വേംസ് ഒക്കെ കാണപ്പെടുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാം. നമുക്കൊരു തുള്ളിമരുന്ന് ഒഴിച്ച് അത് പുറത്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.